പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നന്മ ചെയ്യേണ്ടത് ആർക്ക് ആണ്. നന്മ ചെയ്യേണ്ടത് ആർക്ക് ആണ്. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നില്ല എങ്കിൽ അവരുടെ അഭിമാനത്തിന് എന്തോ കോട്ടം സംഭവിക്കുന്നത് പോലെ ആണ്. എന്നാൽ ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ വലത്ത് കൈ കൊണ്ട് ചെയ്യുന്നത് നിന്റെ ഇടത്ത് കൈ അറിയരുതെന്നാണ്. ആരും അറിയാതെ നീ ആർക്കെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്ക് ദൈവം അനുഗ്രഹമായിട്ട് മാറ്റിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആർക്ക് എന്തൊരു ചെറിയ ഉപകാരം, ഒരു ടോഫി ആർക്ക് ഒരു കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വൈറലാക്കിക്കൊണ്ട് കൊടുക്കുവാനാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ്? അത് നിന്റെ രക്ഷിതാവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് മറ്റാരോടും പറയാതെ ഒതുക്കത്തിൽ അവർക്ക് ആർക്കെങ്കിലും നീ ആരെയെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ആരുമറിയാതെ സഹായിക്കുന്നവർ ആയിരിക്കണം. അതിന് സദൃശവാക്യം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു തിരുവചനമുണ്ട്. അതിൽ പ്രകാരം പറയുന്നു, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ്. അതായത് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊണ്ട് അതൊക്കെയും ചെയ്യുന്നു. അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ പിറ്റേ ദിവസം രാവിലത്തെ പേപ്പറിൽ വരികയാണെങ്കിൽ ഞാൻ വലിയ പ്രശസ്തമായ കാര്യങ്ങളൊക്കെയും വേണ്ടി വന്നാൽ കുറച്ച് പൈസ നഷ്ടപ്പെടുത്തിയാണെങ്കിലും വേണ്ടുകയില്ല, കുറച്ച് കൂടുതൽ നഷ്ടപ്പെടുത്തിയാണെങ്കിലും വേണ്ടുകയില്ല, എൻ്റെ പേര് വന്നാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കഴിയുന്നത്. നമ്മൾ എല്ലാവരുമല്ല, ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏതാനും ചില വ്യക്തികളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ നമ്മൾ നന്മ ചെയ്യുന്നവരാണ് എല്ലാവരും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ആരെയെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരൊക്കെയും നമ്മൾ അവരെ കാണുമ്പോൾ അവർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ നീതി ഇപ്പോഴും നിർത്തലാക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ദയ ഉണ്ട്, അത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ അത് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് ആർക്കാണ് അതിന് യോഗ്യതയുള്ളതെന്ന് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം ഈ ലോകത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അത് പല രീതിയിലായിരിക്കും. നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ ഒരു പക്ഷെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം വരുന്നത് നമ്മുടെ ഒരു സാന്ത്വന വാക്കായിരിക്കും, ഒരു വാക്ക് മതിയായിരിക്കും അവർക്ക്. എല്ലാവർക്കും രൂപയല്ല വേണ്ടത്. രൂപ ഒരുപാട് കാണും, എന്നാൽ അവർക്കൊന്ന് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ല. അവരുടെ അടുത്ത് പോയിരുന്ന് ഒരു 2 മിനിറ്റ് നല്ല വാക്കുകൾ സംസാരിക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൃപാദാനമാണ്, ഒരു നന്മ പ്രവൃത്തിയാണ്. അവർക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് അവർക്ക് ആരുമില്ല എങ്കിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിന് അവരെ സഹായിക്കുകയോ ചെയ്യുക എന്നുള്ളത് നന്മ പ്രവൃത്തിയിൽ വരുന്നതാണ്. അങ്ങനെ നന്മ പ്രവൃത്തിയുടെ വലിയൊരു ലിസ്റ്റുണ്ട്. നമ്മളെല്ലാവരും അതിൽ വളരെ ആണ് എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കി ഈ ലോകത്തിൽ ദൈവം നമ്മുടെ തമ്പുരാൻ കർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ട് ആ നന്മ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടതായ കാര്യം ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ്. നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് സ്വരുക്കൂട്ടി വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ അത് വളരെ നീഡിയായ, വളരെ അത്യാവശ്യത്തിൽ, വളരെ വിഷമത്തിൽ കഴിയുന്നവർക്ക് നീ അത് കൊടുക്കുവാൻ നോക്കണം. അതായത് നീ
നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയെ ചെന്ന് സഹായിക്കുക. നിനക്ക് പണമുള്ളപ്പോൾ പണമില്ലാത്ത ഒരു വ്യക്തിക്ക് അതിൻ്റെ അത്യാവശ്യം നോക്കി അത് വേണ്ട രീതിയിൽ അവരെ സഹായിക്കുക. അതോടൊപ്പം തന്നെ ഒരാൾക്കൊരു പ്രാർത്ഥനയായിരിക്കും വേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യോബ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് ഓട് ദൈവം ക്ഷമിച്ചതുപോലെ ആ യോബിൻ്റെ നഷ്ടപ്പെട്ടമായ എല്ലാം തിരിച്ചു കിട്ടിയതുപോലെ നമ്മളും മറ്റുള്ളവരുടെ പേർക്ക് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്കത് നമ്മുടെ നഷ്ടമായതെല്ലാം നമുക്ക് തിരിച്ചു ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കത്തില്ല. ഞാൻ ആരെയും സഹായിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ ഇന്നു മുതൽ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നൊരു സത്യപ്രതിജ്ഞ ദൈവം മുമ്പാകെ ചെയ്യുന്നുവെങ്കിൽ അത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അത് യോഗ്യരായവരെ കണ്ടുപിടിച്ച് അത് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.